സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കെ സുധാകരൻ എഴുതിയ നോവൽ സ്നേഹിക്കാൻ ഒരു കാലം തുടരുന്നു. കാപ്പി. ആദ്യം മാധുരിക്കാണ് അവൾ കാപ്പി കൊടുത്തത്, പിന്നീട് വിൽസനും. വിൽസൺ പറഞ്ഞത് ശരിയാണല്ലോ. കാപ്പി ഒന്ന് മുത്തിയിട്ട് മാധുരി പറഞ്ഞു. എന്താണ്? മനസ്സിലാവാതെ വീണ ഉത്കണ്ഠയോടെ അവളെ നോക്കി. ഹണിക്ക് രുചിയുള്ള കാപ്പി ഉണ്ടാക്കാൻ അറിയാം. വീണ മുഖം തിരിച്ച് വിൽസണെ ഒന്ന് നോക്കി. അയാൾ പുഞ്ചിരിച്ചു. സത്യത്തിൽ ഹണിയെ സമ്മതിക്കണം, മാധുരി പറഞ്ഞു. എന്തിന് ഇതുപോലൊരു ബോറനെ സഹിക്കുന്നതിൽ? ഞാൻ അത്ര ബോറനാണോ ഹണി? പ്രതിഷേധഭാവത്തിൽ അയാൾ വീണയുടെ നേർക്ക് നോക്കി. ചില നേരത്തൊക്കെ ബോറന ചേച്ചി, പറഞ്ഞ ഒരു അനുസരണയുമില്ല, മുട്ടാപ്പോക്കും ന്യായവും പറയും. അവൾ മാധുരിയുടെ വശം ചേർന്നു. കണ്ടോ പെണ്ണുങ്ങൾ രണ്ടും ഒത്തു, ഞാൻ ഒറ്റയ്ക്കായി. മാധുരിയും വീണയും ചിരിച്ചു. ഹണി, ഇവിടെ ശരിക്കും പരിചയപ്പെട്ടിട്ടില്ലല്ലോ. ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എഞ്ചിനീയറാണ്. ഇപ്പോൾ എറണാകുളത്താണ് താമസം. വലിയ പ്രാക്ടീസുള്ള വക്കീലാണ് ഇവളുടെ ഹസ്ബൻഡ്. സ്കൂളിൽ പഠിക്കുന്ന ഒരു മോളുണ്ട്. പണ്ട് കുറേ നാൾ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും കൂട്ടാണ് ഞങ്ങൾ. പറഞ്ഞു കഴിഞ്ഞോ എല്ലാം? മാധുരി ചോദിച്ചു. ഇനിയും വല്ലതുമുണ്ടോ? വിൽസൺ സംശയിച്ചു. ഒരു പ്രധാന കാര്യം മാത്രം നീ പറഞ്ഞില്ല. അതെന്താണ്? അത് ഞാൻ ഹണിയോട് പറഞ്ഞോളാം. ചിരിച്ചുകൊണ്ട് മാധുരി എഴുന്നേറ്റു. വിൽസൺ അവളെ ഒന്ന് നോക്കി. പേടിക്കണ്ട, നിന്റെ കുരുത്തക്കേടുകളൊന്നും ഞാൻ ഹണിയോട് പറയത്തില്ല, പോരെ? വീണയും കൊണ്ട് മാധുരി കിച്ചണിലേക്ക് പോയി. മീൻ കറിയുടെ കൊതിപ്പിക്കുന്ന ഗന്ധം അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നു. ഹണിക്ക് കുക്കിംഗ് ഒക്കെ വശമാണോ? മാധുരി ചോദിച്ചു. കുറച്ചൊക്കെ, വീണ പറഞ്ഞു. അമ്മച്ചി പഠിപ്പിച്ച് തന്നിട്ടുണ്ടോ എല്ലാം? പെൺകുട്ടികൾ അത്യാവശ്യം കുക്കിംഗ് അറിഞ്ഞിരിക്കണം മോളെ. ബാക്കിയൊക്കെ കല്യാണം കഴിയുമ്പോൾ പഠിച്ചോളും. ഇടയ്ക്കൊക്കെ പുറത്തു പോയി കഴിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ നല്ല ഭക്ഷണം എപ്പോഴും വീട്ടിലുണ്ടാക്കുന്നതാണ്. ചേച്ചിക്ക് കുക്ക് ചെയ്യാൻ സമയം കിട്ടാറുണ്ടോ? വീണ ചോദിച്ചു. പിന്നില്ലേ, രാവിലെ 9 വീട്ടിൽ നിന്നിറങ്ങിയാൽ മതി. മിക്ക ദിവസവും 6 മണിക്ക് മുമ്പ് വീട്ടിലെത്തും. കൊച്ചിയിലെ ട്രാഫിക് സഹിക്കാൻ മേല, അല്ലെങ്കിൽ അതിനു മുമ്പേ വരാൻ പറ്റും. മാധുരി മീൻ കറിയുടെ മൂടി തുറന്നു നോക്കി. എനിക്ക് തിളയ്ക്കുന്നുണ്ടായിരുന്നു കറി. 2 മിനിറ്റ് കൂടി കഴിഞ്ഞ് ഇറക്കി വെക്കണം, അല്ലെങ്കിൽ ചാറ് വറ്റിപ്പോകും. അതിനു മുമ്പ് കുറച്ച് വെളിച്ചെണ്ണ വട്ടത്തിൽ തൂവിയേക്കണേ. വീണ ചിരിച്ചു. ഹണിക്ക് അതൊക്കെ അറിയാമായിരിക്കുമല്ലോ. ഞാൻ വെറുതെ വാർത്തിട്ടിട്ടുണ്ട് അല്ലേ? ക്യാരറ്റും കുക്കുമ്പറും ഉണ്ടെങ്കിൽ നമുക്കൊരു സാലഡ് ഉണ്ടാക്കാം. ഉണ്ട് ചേച്ചി, എടുക്ക്, ഞാൻ അരിഞ്ഞു തരാം. അയ്യോ വേണ്ട, ചേച്ചിയുടെ ഡ്രസ്സ് ചീത്തയാകും, വീണ പറഞ്ഞു. ചീത്തയാകാതെ ഞാൻ ചെയ്തോളാം. ഫ്രിഡ്ജിൽ നിന്ന് ക്യാരറ്റും കുക്കുമ്പറും ടൊമാറ്റോയും വീണ എടുത്തു. അതെല്ലാം അവൾ കഴുകിയെടുത്തപ്പോൾ കട്ടിംഗ് ബോർഡിൽ വെച്ച് മാധുരി ഓരോന്നായി വട്ടത്തിൽ അരിയാൻ തുടങ്ങി. ഹണിയോട് ഞാനൊരു രഹസ്യം പറയാം. കള്ളച്ചിരിയോടെ മാധുരി വീണയെ ഒന്ന് നോക്കി. എന്താണ്? പണ്ട് ഞാനും ഈ വിൽസണും തമ്മിൽ കടുത്ത പ്രണയത്തിലായിരുന്നു. കെട്ടണമെന്നൊക്കെ ആഗ്രഹിച്ചതാ. പക്ഷേ 2 മതക്കാരായതുകൊണ്ട് വിൽസന്റെ വീട്ടുകാർ വലിയ എതിർപ്പ് പറഞ്ഞു. വീട്ടുകാരെ അനുസരിച്ച് ജീവിക്കുന്നവരായതുകൊണ്ട് ഞങ്ങൾ 2 പേരും അതോടെ പിരിഞ്ഞു. കേട്ടിട്ടുള്ള കഥ, പക്ഷെ ആദ്യമായി കേൾക്കുന്നത് പോലെ വീണ അത്ഭുത ഭാവത്തിൽ നിന്നു. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അവർ തീരുമാനിച്ച കല്യാണത്തിന് സമ്മതിക്കേണ്ടി വന്നു എനിക്ക്. എൻ്റെ ഹസ്ബൻഡ് സ്നേഹസമ്പന്നനാണ്. സന്തോഷകരമായ ഒരു ദാമ്പത്യമാണ് ഞങ്ങളുടേത്. ഒരു മോളുമുണ്ട് ഞങ്ങൾക്ക്. പക്ഷേ വാശിക്കാരനായ വിൽസൺ പെണ്ണ് കെട്ടാൻ കൂട്ടാക്കിയില്ല. അതിൻ്റെ ഒരു കുറ്റബോധവും വേദനയും ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. എന്തിനാണ് മാധുരി ഇതൊക്കെ തുറന്നു പറയുന്നതെന്ന് വീണയ്ക്ക് മനസ്സിലായില്ല. സാധാരണഗതിയിൽ എല്ലാവരും മറച്ചുവെക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. വിൽസൺ പെണ്ണ് കിട്ടിയാൽ എനിക്ക് വലിയ സന്തോഷമാകും. നല്ലവനാണ്. ഏത് പെണ്ണിനും വിൽസനെ കിട്ടിയാലും അവൾ ഭാഗ്യവതിയായിരിക്കും. അവളെ പൊന്നുപോലെ നോക്കും വിൽസൺ. വീണ മിണ്ടിയില്ല. തന്നെ ഉദ്ദേശിച്ചാണോ ഇതെല്ലാം പറഞ്ഞതെന്ന് അവൾക്ക് തോന്നാതിരുന്നില്ല. ചോറും കറികളും തയ്യാറായി. ഒരു വീൽ ചെയർ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വിൽസനെ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാമായിരുന്നു അല്ലേ? മാധുരി ചോദിച്ചു. ഇനി ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ ചേച്ചി. അത് കഴിഞ്ഞാൽ അങ്കിളിന് മെല്ലെ നടക്കാൻ പറ്റും, വീണ പറഞ്ഞു. ഒരു പ്ലേറ്റ് എടുത്ത് അവൾ അതിൽ ചോറും കറികളും വിളമ്പി. അങ്കിളിന് കൊടുത്തിട്ട് നമുക്ക് കഴിക്കാമല്ലേ? അവൾ ചോദിച്ചു. അത് മതി. അവൾ വിൽസന്റെ മുറിയിലേക്ക് ചെന്നു. മാധുരിയാണ് ചോറിൻ്റെ പ്ലേറ്റ് കൊണ്ടുപോയത്. ഹണി ഒരു മഗ്ഗിൽ വെള്ളം എടുത്തുകൊണ്ട് ചെന്ന് വിൽസന്റെ കൈ അതിനുള്ളിൽ കഴുകിച്ചു.
മാധുരി കൊടുത്ത പ്ലേറ്റ് കയ്യിൽ വെച്ചുകൊണ്ട് അയാൾ ബെഡിലിരുന്ന് കഴിക്കാൻ ആരംഭിച്ചു. ഇതൊക്കെ ആരാണ് ഉണ്ടാക്കിയത്? കഴിക്കുന്നതിനിടയിൽ അയാൾ ചോദിച്ചു. അത് പിന്നെ ചോദിക്കാനുണ്ടോ? ഹണിയാണ് ഉണ്ടാക്കിയത്. മീൻകറി ഒന്നാന്തരമായിട്ടില്ലേ? മാധുരി പറഞ്ഞു. കൊള്ളാം, നല്ല ടേസ്റ്റുണ്ട്. മാധുരി ചേച്ചിയുടെ ഡയറക്ഷനിലാണ് അങ്കിളെ ഇതൊക്കെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ക്രെഡിറ്റ് മുഴുവൻ ചേച്ചിക്കുള്ളതാ, വീണ പറഞ്ഞു. കളിയും തമാശയും പറഞ്ഞ് അവർ ഇരുന്നു. വിൽസൺ ഭക്ഷണം കഴിച്ച ശേഷമാണ് അവർ കഴിച്ചത്. 2:50 മെയിലിന് തന്നെ എനിക്ക് പോണം വിൽസൺ. കഴിച്ചിട്ട് വന്ന് മാധുരി പറഞ്ഞു. ഇടയ്ക്കൊക്കെ നീ ഇതുപോലെ വിസിറ്റ് ചെയ്താൽ സന്തോഷം. അന്യൻ്റെ ഭാര്യയാണ് ഞാൻ. എന്നോട് ഇങ്ങനെയൊന്നും ആവശ്യപ്പെടരുത്. മാധുരി പറഞ്ഞത് കേട്ട് വീണ ചിരിച്ചു. ഞാൻ നിർബന്ധിക്കുന്നില്ല, പോരെ? അയാൾ ചോദിച്ചു. ശരി, ഞാൻ വിളിക്കാം. യാത്ര പറഞ്ഞു മാധുരി വിൽസന്റെ മുറിയിൽ നിന്നിറങ്ങി. വീണ ഒപ്പം ചെന്നു. എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല ചേച്ചി, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുചെന്ന് വിടാമായിരുന്നു, വീണ ഖേദത്തോടെ പറഞ്ഞു. ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ, ഞാൻ ഓട്ടോയിൽ പൊക്കോളാം ഹണി. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് മോളെ. സിറ്റൗട്ടിൽ അവർ രണ്ടുപേരും നിന്നു. എന്താണ് ചേച്ചി? ആകാംക്ഷയോടെ വീണ അവളുടെ മുഖത്തേക്ക് നോക്കി. നിനക്ക് വിൽസണെ ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. വിൽസണ് നിന്നെ അതുപോലെ സ്നേഹിക്കുന്നുണ്ട്. അത് തുടരണം, എന്ന് നിലനിൽക്കണം. വീണ ഒന്നും മിണ്ടിയില്ല. ഞാൻ പറയുന്നത് ഹണിക്ക് മനസ്സിലാകുന്നുണ്ടോ? ഉണ്ട് എന്ന അർത്ഥത്തിൽ അവൾ തല കുലുക്കി. ശരി, ഞാൻ വിളിക്കാം. അവളുടെ ചുമലിൽ ചെറുതായെന്ന് സ്പർശിച്ചിട്ട് മാധുരി ഇറങ്ങി നടന്നു. ഗേറ്റ് തുറന്ന് അവൾ പുറത്തേക്ക് അപ്രത്യക്ഷയാകുന്നതുവരെ വീണ നോക്കി നിന്നു. പിന്നെ മെല്ലെ അകത്തേക്ക് നടന്നു. അവൾ വിൽസന്റെ അടുത്തേക്കാണ് ചെന്നത്. അവൾ പോയോ? അയാൾ ചോദിച്ചു. പോയി. എന്തെങ്കിലും അവൾ പറഞ്ഞോ നിന്നോട്? എന്താണ് പറഞ്ഞത്? വിൽസ് ഒരു പെരുങ്കള്ളനാണ്, ഒരിക്കലും വിശ്വസിക്കരുത്. സ്നേഹം നടിച്ചു വഞ്ചിക്കും. കുറേ നാൾ കൊണ്ടു നടന്നിട്ട് വീട്ടുകാർ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു ഉപേക്ഷിക്കും. അബദ്ധമൊന്നും പറ്റരുത് എന്നൊക്കെയാണ്. പെട്ടെന്ന് വിൽസന്റെ മുഖം വിളറി. അത് കണ്ട് വീണ പൊട്ടിച്ചിരിച്ചു. അപ്പോഴാണ് അയാൾക്ക് കാര്യം പിടികിട്ടിയത്. ഇവിടെ വാടി, അയാൾ കപട ദേഷ്യത്തോടെ വിളിച്ചു. അവൾ ചിരിച്ചുകൊണ്ട് ഓടിപ്പോയി. പ്രാതലിന് 2 ദോശയും തേങ്ങാ ചട്നിയും ഒരു നേന്ത്രപ്പഴം പുഴുങ്ങിയതുമായിരുന്നു രാമചന്ദ്ര മേനോന് പത്മകുമാരി കൊണ്ടുവന്ന് വെച്ചത്. മേനോൻ കൈ കഴുകി വന്ന് കഴിക്കാനിരുന്നു. അപ്പോഴാണ് അടുത്ത മുറിയിൽ ഫോൺ ബെല്ലടിച്ചത്. അതാരാണെന്ന് നോക്ക്, അയാൾ പറഞ്ഞു. പത്മകുമാരി ചെന്ന് റിസീവർ എടുത്തു. ഹലോ, ശ്രീരാജൻ്റെ അമ്മയാണോ? മാധവചന്ദ്രനാണ് വിളിച്ചത്. അതെ, ഞാൻ തൃപ്പൂണിത്തറയിൽ നിന്നാ. മേനോനില്ലേ അവിടെ? ഗൗരവസ്വരത്തിലാണ് അയാൾ സംസാരിച്ചത്. ഉണ്ട്, കഴിക്കുകയാണ്, പത്മകുമാരി അറിയിച്ചു. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്, ഇങ്ങോട്ടൊന്ന് വിളിക്കാൻ പറയണം. പറയാം. സംഭാഷണം നിലച്ചു. റിസീവർ വെച്ചിട്ട് പത്മകുമാരി ചെന്നപ്പോൾ മേനോൻ തലയുയർത്തി നോക്കി. ശ്രീജയുടെ അച്ഛനായിരുന്നു. മാധവനോ? ഞാൻ പറഞ്ഞു കഴിക്കുവാണെന്ന്. അങ്ങോട്ടൊന്ന് വിളിക്കാൻ പറഞ്ഞു. ഏതാണ്ട് അത്യാവശ്യ കാര്യം പറയാനാണെന്ന്. ഒട്ടും സന്തോഷത്തിലല്ല. മേനോൻ്റെ നെറ്റി ചുളിഞ്ഞു. നേന്ത്രപ്പഴം കഴിക്കാതെ അയാൾ എഴുന്നേറ്റ് ചെന്ന് കൈ കഴുകി. എന്തോ പ്രശ്നമുണ്ടെന്ന് അയാൾക്ക് തോന്നി. അല്ലെങ്കിൽ ഇത്ര രാവിലെ? മേനോൻ ചെന്ന് റിസീവർ എടുത്തു. ഡയറിയിലെ നമ്പർ നോക്കി മാധവചന്ദ്രനെ വിളിച്ചു. ഞാനാ മാധവ, എന്താണ് കാര്യം? അയാൾ തിരക്കി. കുറച്ച് വിഷമമുള്ള കാര്യം പറയാനാണ് ഞാൻ വിളിച്ചേ. എന്താണ്? കല്യാണത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറുകയാണ്. ഞങ്ങൾക്കിതരമില്ല. കേട്ടത് വിശ്വസിക്കാനാവാതെ മേനോൻ ഞെട്ടി. എന്തവാ മാധവ ഈ പറയുന്നത്? സകല അറേഞ്ച്മെൻറ്റ്സും ചെയ്തിട്ട് ഇപ്പോഴെന്താ തീരുമാനം മാറ്റാൻ കാരണം? നിങ്ങൾ എല്ലാം അറിഞ്ഞുകൊണ്ടാണോ എൻ്റെ മോളെ നിങ്ങളുടെ മോനു വേണ്ടി കല്യാണം ആലോചിച്ചതെന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട്. അവന് വേറെ ഭാര്യയുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ എന്തിനാണ് മറച്ചു വെച്ചത്? രോഷത്തോടെ മാധവചന്ദ്രൻ ചോദിച്ചു. മാധവ, അസംബന്ധം പറയരുത്. അവനൊരു പെണ്ണിനെയും കല്യാണം കഴിച്ചിട്ടില്ല. അവനൊരു അബദ്ധം പറ്റിയ കാര്യം ഞാൻ അറിയിച്ചിട്ടുമുണ്ട്. അത് കല്യാണമല്ല. അവളെ ഞാൻ ഒഴിവാക്കുകയും ചെയ്യും, മേനോൻ പറഞ്ഞു. അബദ്ധമല്ലായിരുന്നു അത്. അമ്പലത്തിൽ വെച്ച് അവൻ ആ പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നതും പൂമാലയിട്ട് വരിക്കുന്നതും മോതിരം മാറുന്നതിൻ്റെയും ഒക്കെ ഫോട്ടോ കണ്ടു കഴിഞ്ഞു. അതിൽ കൂടുതൽ വേറെ തെളിവൊന്നും വേണ്ട ഞങ്ങൾക്ക്. ഫോട്ടോയോ? എവിടുന്ന് കിട്ടി? മേനോന് മനസ്സിലായില്ല. ആ പെണ്ണ് കോളേജിൽ ചെന്ന് മോളെ എല്ലാം കാണിച്ചു. നടന്നതൊക്കെ അമ്മേനെ നിങ്ങളുടെ മോനുമായി കല്യാണത്തിന് നിർബന്ധിച്ചാൽ ചത്തി കളയുമെന്നാണ് എൻ്റെ മോൾ പറയുന്നത്. അവൾ വല്ല അവിവേകവും കാണിച്ചാൽ? വേണ്ട മേന്നെ, ഞങ്ങളെല്ലാം അവസാനിപ്പിക്കുകയാണ്. ഇനി ഇക്കാര്യത്തിന് വേണ്ടി ദയവായി ഇങ്ങോട്ട് വിളിക്കരുത്. മേനോൻ്റെ കയ്യിലിരുന്ന റിസീവർ അതോടെ ജീവനില്ലാതായി. തകർന്ന മനസ്സോടെ അയാൾ അത് ടെലിഫോണിൻ്റെ ക്രാഡിലേക്ക് വെച്ചു.
തിരിഞ്ഞു നോക്കിയപ്പോൾ പത്മകുമാരി പിന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. മേനോനൊന്നും മിണ്ടാനാവാതെ ചെന്ന് കസേരയിലിരുന്നു. പത്മകുമാരി ചെന്ന് അടുത്തിരുന്നു. അതിന് നടക്കത്തില്ല, അയാൾ പറഞ്ഞു. അതെന്താ? മേനോൻ കാര്യം പറഞ്ഞു. എൻ്റെ ഈശ്വരന്മാരെ, അവൻ എന്തൊരു മണ്ടത്തരങ്ങളാ ചെയ്തേ. എൻ്റെ കുഞ്ഞിന് അതിനു മാത്രമുള്ള ധൈര്യമുണ്ടായിരുന്നോ? വേദനയോടെ പത്മകുമാരിയമ്മ നെഞ്ചിൽ കൈവച്ചു. അവനെ കൊണ്ട് എല്ലാം ചെയ്യിച്ചതാ. അവൻ അതിനുള്ള ധൈര്യമൊന്നും കാണത്തില്ല. ആര് ചെയ്യിച്ചെന്ന്? അവൾ. ഇതിനുള്ള ഫലം അവൾ അനുഭവിച്ചേ പറ്റൂ. എൻ്റെ മാനം കെടുത്തിയതിന്, ഇത്രയും മനോവിഷമം ഉണ്ടാക്കിയതിന്. വിദൂരതയിലേക്ക് കണ്ണു നട്ട മേനോൻ അല്പനേരം ഇരുന്നു. പിന്നെ സാവധാനം എഴുന്നേറ്റ് ചെന്ന് സന്ദീപിനെ ഫോണിൽ വിളിച്ചു. എന്താ ചെറിയച്ചാ? സന്ദീപിനെ ഉടൻ കിട്ടി. മോൻ എവിടാ? വീട്ടിലുണ്ട്. എന്നാൽ വേഗം ഇങ്ങോട്ട് വാ. ഇതാ വരുന്നു. സന്ദീപ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബുള്ളറ്റിൽ പാഞ്ഞെത്തി. രാമചന്ദ്ര മേനോൻ പൂമുഖത്ത് കാത്തു നിൽപ്പുണ്ടായിരുന്നു. നീ വാ മോനെ. സന്ദീപിനെയും കൊണ്ട് മേനോൻ അകത്തെ മുറിയിലേക്ക് പോയി. രാവിലെ ഹണി പുറത്തു പോയി പാൽ വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ കുര്യച്ചനാണ് ഗേറ്റിനടുത്തുള്ള സെക്യൂരിറ്റി ക്യാബിനിൽ ഉണ്ടായിരുന്നത്. എവിടെ പോയതാ മോളെ? അയാൾ ക്യാബിനിൽ നിന്ന് ഇറങ്ങി വന്നു. പാല് മേടിക്കാൻ പോയതാ ഇച്ചായ, അവൾ പറഞ്ഞു. ഇനി എന്തെങ്കിലും വേണേൽ എന്നോട് പറഞ്ഞാൽ മതി. മീനാക്ഷിയെ കൊണ്ട് ഞാൻ മേടിപ്പിച്ചു തരാം കേട്ടോ. അപ്പാർട്ട്മെൻറ്റിലെ തൂപ്പുകാരികളിൽ ഒരാളാണ് മീനാക്ഷി. അതൊന്നും സാരമില്ല ഇച്ചായ, ഞാൻ അവിടെ വെറുതെ ഇരിക്കുമല്ലേ, വേറെന്താ പണി? അവൾ ചിരിച്ചു. ശ്രീരാജുമായൊരു സൗന്ദര്യപ്പിണക്കമുണ്ടായി എന്നൊരു സൂചന അവൾ കുരിച്ചിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണല്ലോ. സാറ് പിന്നെ വിളിച്ചായിരുന്നോ? അയാൾ ചോദിച്ചു. ഇല്ല. അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കണം. പെണ്ണുങ്ങൾ താഴ്ന്നു കൊടുക്കുന്നതാ ആണുങ്ങൾക്കിഷ്ടം. അവർ ബലം പിടിക്കുന്നതാ. ഒന്ന് ജയിച്ചു കിട്ടണമെന്നേ അവർക്ക് ആഗ്രഹം കാണത്തുള്ളൂ. ഞാൻ വിളിക്കാം ഇച്ചായ, അവൾ പറഞ്ഞു. മോള് ചെല്ല്. അവൾ ലിഫ്റ്റ് വഴി ഫ്ലാറ്റിലേക്ക് പോയി. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് 100 വട്ടം അവൾ ആലോചിച്ചു കഴിഞ്ഞു. ശ്രീരാജ് തിരിച്ചു വരാൻ സാധ്യതയില്ലെന്ന് അവൾക്ക് തോന്നി. 1 കൊല്ലത്തേക്കാണ് എഗ്രിമെൻ്റ് എഴുതി ശ്രീരാജ് ഈ ഫ്ലാറ്റ് വാടകയ്ക്കെടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ 1 കൊല്ലം ഇവിടെ താമസിക്കാം. ചാച്ചൻ എല്ലാ മാസവും പണം അയച്ചു തരുന്നത് കൊണ്ട് ചെലവിൻ്റെ കാര്യത്തിൽ പേടി വേണ്ട. ടെക്നോ പാർക്കിൽ ഒരു ജോലി സംഘടിപ്പിക്കണം. അത് കഴിഞ്ഞ് ഫ്ലാറ്റ് വിടുകയോ അല്ലെങ്കിൽ 1-2 കൂട്ടുകാരികളെ ഒപ്പം താമസിക്കാൻ വിളിക്കുകയോ ചെയ്യാം. തൽക്കാലം എറണാകുളം വിട്ടു പോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ എങ്ങോട്ട് പോകാനാണ്? അവൾ ചായയും ഉപ്പുമാവും ഉണ്ടാക്കി കഴിച്ചു. അപ്പോഴാണ് വീണയുടെ വിളി വന്നത്. എടി, ശ്രീരാജൻ്റെ വിവരം വല്ലതും ഉണ്ടോ? അവൾ ചോദിച്ചു. ഇല്ല വീണേ, അക്കാര്യത്തിൽ എൻ്റെ പ്രതീക്ഷ നശിച്ചു കഴിഞ്ഞു. പക്ഷേ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. എന്നെ സ്നേഹിച്ച് വഞ്ചിച്ചവനെ രക്ഷപ്പെട്ടു പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. എങ്ങനെയൊക്കെ അവനെ ദ്രോഹിക്കാൻ കഴിയുമോ അതൊക്കെ ഞാൻ ചെയ്യും. പക്ഷേ ഹണി, നീയൊരു പെണ്ണാണ്. ഒരുപാട് പരിമിതികളുണ്ട് നിനക്ക്. ആ വിചാരം നമ്മൾ കളയണം വീണേ. പേടിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല. എന്തിനേയും നേരിടാനുള്ള ധൈര്യവും തൻ്റെടവും ഉണ്ട് എനിക്ക്. അതുപോട്ടെ, വിൽസൺ അങ്കിൾ എങ്ങനെയിരിക്കുന്നു? ബെഡ് റെസ്റ്റിലാണല്ലോ. കാലിലെ നീര് കുറഞ്ഞു. വേദനയ്ക്കും ആശ്വാസമുണ്ട്. പിന്നെ വേറൊരു വിശേഷമുണ്ടായി. അങ്കിളിൻ്റെ പഴയ ഗേൾ ഫ്രണ്ട് ഇന്നലെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു, വീണ പറഞ്ഞു. കക്ഷി എങ്ങനെ അറിഞ്ഞു? അവർ തമ്മിൽ ഫോണിൽ കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട്. പേര് മാധുരി. എന്നോട് വളരെ സ്നേഹത്തിലാണ് പെരുമാറിയത്. അപ്പോഴാണ് കോളിംഗ് ബെൽ മുഴങ്ങിയത്. ആരോ വന്നിട്ടുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. കോൾ കട്ട് ചെയ്തിട്ട് റാണി ചെന്ന് മുൻവാതിൽ തുറന്നു. വെളിയിൽ സന്ദീപും 2 ചെറുപ്പക്കാരൻ നിൽക്കുന്നുണ്ടായിരുന്നു. സന്ദീപേട്ടനോ? വരൂ, അവൾ ക്ഷണിച്ചു. ഇവിടെ നിന്നെല്ലാം സമ്മതിച്ച് അങ്ങ് ചെന്നപ്പോഴേക്ക് ശ്രീ കാലുവാരി. അവൻ അച്ഛൻ്റെയും അമ്മയുടെയും ഇള്ള കുട്ടിയായി. ദുഃഖം അഭിനയിച്ച് സന്ദീപ് പറഞ്ഞു. അവനെ വിട്ടത് എൻ്റെ മണ്ടത്തരം, അവൾ പറഞ്ഞു. എല്ലാം കലങ്ങി തെളിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതിനു വേണ്ടിയാണ് ഞാൻ മുൻകൈ എടുത്തത്. പക്ഷേ ഇത് ഇങ്ങനെയൊക്കെ ആയി തീരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഒരു നിമിഷത്തേക്ക് ആരും ഒന്നും മിണ്ടിയില്ല. ഞാനിവരെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇത് ദിലീപ്, ഞങ്ങളുടെ ചെറിയമ്മാവൻ്റെ മോനാണ്. മറ്റേത് ശങ്കർ, അവൻ ശ്രീയുടെ അമ്മയുടെ വലിയമ്മയുടെ മോനാണ്. ഞങ്ങളിപ്പോൾ വന്നത് അവൻ്റെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകാനാണ്, സന്ദീപ് പറഞ്ഞു. അവൻ എന്നെ ഫേസ് ചെയ്യാനുള്ള മടി കാണും, അവൾ പരിഹാസത്തോടെ പറഞ്ഞു. അവനെ വിട്ടേക്ക് ഹണി, അവൻ നിനക്ക് യോജിച്ചവനല്ല. പക്ഷെ എനിക്ക് അവനെ ഒന്ന് നേരിട്ട് കാണണം. അവൻ വരട്ടെ, വന്ന് അവൻ്റെ സാധനങ്ങൾ കൊണ്ടുപോട്ടെ. അല്ലാതെ ഒന്നും ഞാൻ തന്നുവിടത്തില്ല, ഹണി തറപ്പിച്ചു പറഞ്ഞു.
3 പേരും പരസ്പരം ഒന്ന് നോക്കി. ഞങ്ങൾ അവൻ്റെ സാധനങ്ങൾ ഇപ്പോൾ തന്നെ കൊണ്ടുപോകും. മാത്രമല്ല ഹണി ഇപ്പോൾ തന്നെ നിന്റെ സാധനങ്ങൾ എടുത്ത് ഇവിടുന്ന് പോകണം. കാരണം അവൻ ഈ ഫ്ലാറ്റ് ഒഴിഞ്ഞു. എഗ്രിമെൻ്റ് ക്യാൻസൽ ചെയ്ത് അഡ്വാൻസും തിരികെ വാങ്ങിക്കഴിഞ്ഞു. ഫ്ലാറ്റ് പൂട്ടി താക്കോൽ കൊടുത്തിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ, സന്ദീപ് പറഞ്ഞു. നടുക്കത്തോടെ ഹണി നിന്നു. പറഞ്ഞത് കേട്ടില്ലേ നീ? നിന്റെ പെട്ടിയും ബാഗുമൊക്കെ എടുത്ത് ഇപ്പോൾ തന്നെ ഇവിടുന്ന് ഇറങ്ങണം. മരവിച്ചു നിന്ന ഹണിയെ കണ്ട് സന്ദീപ് പറഞ്ഞു. അയാളുടെ സ്വരത്തിൽ ഒരു ഭീഷണിപ്പെടുത്തലുണ്ടെന്ന് അവൾ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. ഒരു ഗൂഢാലോചനയും അവൾക്ക് മണത്തു. കരുതിക്കൂട്ടിയുള്ള വരവാണിത്. ഇവിടുന്ന് ഇറങ്ങിയിട്ട് എങ്ങോട്ട് പോകാനാണ്? ഒരു സ്ഥലവുമില്ല. വിട്ടുകൊടുക്കരുത്, പിടിച്ചു നിൽക്കണം. ഉള്ളിൽ അവൾ ഊർജം ശേഖരിച്ചു. ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറയാൻ സന്ദീപേട്ടന് എന്തവകാശമാണുള്ളത്? അവൾ ശാന്തസ്വരത്തിൽ ചോദിച്ചു. ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലേ നിനക്ക്? എൻ്റെ ചെറിയച്ഛൻ്റെ മോനാ ശ്രീരാജ്. അവൻ വാടകയ്ക്കെടുത്ത ഫ്ലാറ്റാണ്. അവൻ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ വന്നത്. തർക്കിച്ചു നിൽക്കാതെ എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ എടുത്ത് സ്ഥലം കാലിയേക്ക് പെണ്ണേ. സന്ദീപിൻ്റെ സ്വരം കനത്തു. ശ്രീരാജ് നിങ്ങളുടെ ചെറിയച്ഛൻ്റെ മോനാണെങ്കിൽ അവൻ്റെ ഭാര്യയാണ് ഞാൻ. എന്നേക്കാൾ അധികാരം സ്ഥാപിക്കാനൊന്നും വരണ്ട. വിരട്ട ഇവിടെ നടക്കത്തില്ല സഹോദര. ഇത് പാലക്കാടല്ല, എറണാകുളമാണ്. എതിർക്കാനുള്ള ഒരു കരുത്ത് എവിടെ നിന്നോ പെട്ടെന്ന് ഹണിക്ക് കൈവന്നു. നോക്കി നിൽക്കാതെ ഇവളുടെ പെട്ടിയും പ്രമാണവും എല്ലാം എടുത്ത് വെളിയിലേക്ക് എറിയടാ. കൂടെ വന്ന സിൽബന്തികൾക്ക് സന്ദീപ് ഉത്തരവ് കൊടുത്തു. 2 പേരും ബെഡ്റൂമിലേക്ക് പോകാനായി ചെന്നപ്പോൾ പെട്ടെന്ന് വാതിലിനടുത്തേക്ക് പാഞ്ഞു ചെന്ന് ഹണി വഴി തടഞ്ഞു നിന്നു. ഇത് ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റാണ്. ഒരുവനെയും ഇതിനകത്തേക്ക് കയറാൻ ഞാൻ സമ്മതിക്കത്തില്ല. 3 പേരും മര്യാദയ്ക്ക് ഇറങ്ങിപ്പോകുന്നതാണ് നല്ലത്. വിട്ടുവീഴ്ചയില്ലാത്ത സ്വരത്തിൽ അവൾ പറഞ്ഞു. ആർക്ക് വേണം നിന്റെ സമ്മതം? മാറി നില്ലടി അങ്ങോട്ട്. ഹണിയെ പിടിച്ചു മാറ്റാനായി സന്ദീപ് മുന്നോട്ടാഞ്ഞു. തൊട്ടുപോകരുതെന്നെ. പെട്ടെന്ന് പെൺപുലിയുടെ ശൗര്യത്തോടെ അവൾ അലറി. അത് കണ്ട് അയാൾ ഒന്ന് പകച്ചു നിന്നു. സാറന്മാർക്കറിയാത്ത ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ ഈ അപ്പാർട്ട്മെൻറ്റിലേക്ക് ഗേറ്റ് കടന്നു വന്ന നിമിഷം മുതൽ CCTVയുടെ നിരീക്ഷണത്തിലാണ്. എൻട്രൻസിലും ലിഫ്റ്റിലും ഈ ഡ്രോയിങ് റൂമിൽ പോലും ക്യാമറ വെച്ചിട്ടുണ്ട്. 3 പേരും പെട്ടെന്ന് സംശയത്തോടെ ചുവരുകളിലും സീലിങ്ങിലും കണ്ണുകൾ കൊണ്ട് പരതി. അത് കണ്ടതോടെ ഹണിയുടെ ആത്മവിശ്വാസം കുതിച്ചുയർന്നു. വേറൊരു കാര്യം കൂടിയുണ്ട്. 4 ദിവസം മുമ്പ് കാക്കനാട് പോലീസ് സ്റ്റേഷനിലും സ്ത്രീ സുരക്ഷാ സെല്ലിലും ജീവന് ഭീഷണിയുണ്ടെന്ന് കാണിച്ച് ഞാൻ പെറ്റീഷനുകൾ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഒറ്റ ഫോൺ കോളിൻ്റെ ചിലവേയുള്ളൂ. പോലീസ് വന്ന് 3 എണ്ണത്തിനെയും അകത്താക്കാൻ. അവൾ പറഞ്ഞത് ശുദ്ധ നുണയായിരുന്നെങ്കിലും 3 പേർക്കും അത് മനസ്സിലായില്ല. എങ്കിലും മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ടെടുക്കാൻ മടിച്ച് അവർ നിന്നു. അവൻ്റെ ഡ്രസ്സും ലാപ്ടോപ്പും മറ്റ് സാധനങ്ങളും ഞങ്ങൾക്ക് വേണം. അത് കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നത്. സന്ദീപിൻ്റെ സ്വരം അല്പം താഴ്ന്നു. ശ്രീരാജിൻ്റെ ഒരു കർച്ചീഫ് പോലും ഞാൻ തന്നുവിടത്തില്ല. അവൻ വരട്ടെ, വന്ന് അവൻ്റെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകട്ടെ. അതേ നടക്കൂ, അവൾ തറപ്പിച്ചു പറഞ്ഞു. എന്ത് വേണമെന്നറിയാതെ 3 പേരും പരസ്പരം നോക്കി. അഥവാ ബലം പ്രയോഗിച്ച് നിങ്ങൾ എടുത്തുകൊണ്ട് പോയാലും സെക്യൂരിറ്റി ഗേറ്റിനടുത്ത് വരെ മാത്രമേ നിങ്ങൾക്കത് കൊണ്ടുപോകാൻ പറ്റൂ. അവിടെ പിടിവീഴും. പിന്നെ പോലീസ് വണ്ടിയിലേക്ക് കയറിയാൽ മാത്രം മതി. അതോടെ സന്ദീപിൻ്റെ ധൈര്യം മുഴുവൻ ചോർന്നു പോയി. വാടാ, നമുക്ക് പോകാം, അയാൾ കൂടെയുള്ളവരോട് പറഞ്ഞു. നില്ല്, എന്താ ഇത്ര ധൃതി? എനിക്ക് പറയാനുള്ളത് കൂടി കേട്ടിട്ട് ചേട്ടന്മാർ പോയാൽ മതി, ഹണി പറഞ്ഞു. ഇനി ഇതുപോലെ ഒരവസരം കിട്ടില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. അവനും അവൻ്റെ വീട്ടുകാരും അറിയണം. അങ്ങാടിക്കൽ കാവുങ്കൽ കുടുംബത്തിലെ ഈപ്പച്ചനും സിസിലിയും അവരുടെ ഇളയ മോളെ വളർത്തിയത് അകത്തേത്തറ പൂപ്പള്ളി തറവാട്ടിലെ രാമചന്ദ്രമേനൻ്റെയും പത്മകുമാരിയുടെയും മോനെ കെട്ടിച്ചു കൊടുക്കാമെന്ന വിചാരത്തിലൊന്നുമല്ല. ആ നട്ടലില്ലാത്തവനോട് ഹണിക്ക് വേണ്ടെന്ന് ചെന്ന് പറഞ്ഞേക്ക്. ആ നപുംസകത്തിനോട് പൊയ്ക്കോ. അവളുടെ വാക്കുകളിലെ പരിഹാസം കേട്ട് സന്ദീപിൻ്റെ മുഖത്തേക്ക് കോപം ഇരച്ചു കയറി. അടുത്ത ഭാഗം നാളെ.